ഹേ ഹായ് ഇന്ന് ഗൈസ് ഇന്നലെ ബ്രസീലും നോർവേയിലെ മാച്ച് കഴിഞ്ഞു. ഇന്ന് പുലർച്ചെ 1:30 നമ്മുടെ പോർച്ചുഗലിൻ്റെയും സ്പെയിൻ്റെയും മാച്ച് ഉണ്ടായിരുന്നു. അതും 2 മാച്ചും കഴിഞ്ഞു. ബ്രസീലിൻ്റെ മാച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ നെയ്മറിനെ ഇറക്കിയതെന്ന് വെച്ചാൽ 68-ാം മിനിറ്റിലായിരുന്നു ഇറക്കിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നെയ്മറിനെ ഫസ്റ്റ് കളിയിൽ തന്നെ ഇറക്കിയിരുന്നെങ്കിൽ, അതായത് അവർക്ക് ഓൾറെഡി കുറേ ചാൻസസ് കിട്ടിയിരുന്നു, പക്ഷേ വേണ്ട രീതിയിൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല. പിന്നെ നെയ്മർ 68-ാം മിനിറ്റിൽ ഇറങ്ങി അവനൊന്നും ചെയ്യാനും പറ്റില്ല എന്ന അവസ്ഥയായിപ്പോയി. അങ്ങനെ ബ്രസീൽ നിർഭാഗ്യവശാൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. നല്ലപോലെ കളിച്ചു. ബാക്കി എല്ലാവരും കുറേ ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നെയ്മർ ലാസ്റ്റായിട്ടൊരു പെനാൾട്ടിയും കൂടെ അടിച്ചായിരുന്നു. ഓക്കെ, അങ്ങനെ ബ്രസീൽ തോറ്റു. പോർച്ചുഗലിൻ്റെ ഇതിൽ വരുമ്പോഴത്തേക്ക് ഞാൻ ബ്രസീലിനെയും പോർച്ചുഗലിനെയും ഒരേപോലെ, അതായത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീമും കളിക്കാരനും എന്ന് പറയുന്നത് പോർച്ചുഗലും റൊണാൾഡോ ആണ്. അത് കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ടീം, ഒരു കളിക്കാരൻ എന്നുണ്ടെങ്കിൽ നെയ്മർ, ബ്രസീൽ. ഈ ടീമിനും ഈ കളിക്കാരനെയാണ് ഏറ്റവും കൂടുതൽ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പോർച്ചുഗലിൻ്റെ കളീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ന് രാവിലെ ആയിരുന്നു. നിർഭാഗ്യവശാൽ നമ്മൾ പോർച്ചുഗലും തോറ്റു. ബാക്ക് കട്ടക്കായിരുന്നു, പക്ഷേ ഇവർ ബോൾ കിട്ടുമ്പം ബാക്കോട്ട് കളിച്ചുകൊണ്ടിരുന്നു. അതായത് അറ്റാക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരുന്നു. സ്പെയിൻ്റെ ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിക്ക് അറ്റാക്ക് ഉണ്ടായിരുന്നു. സ്പെയിൻ ഒരു ഗോൾ അടിച്ചു. ഞാൻ ഒരു പോർച്ചുഗൽ ഫാനാണ്, റൊണാൾഡോവിനെ ആരാധിക്കുന്ന ഒരാളാണ്. പോർച്ചുഗൽ തോറ്റപ്പം ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇന്നലെ ബ്രസീൽ തോറ്റപ്പം, അതായത് നമ്മളൊരു ഫുട്ബോളിനെ ആരാധിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് മെസ്സി, നെയ്മർ, റൊണാൾഡോ എന്നിവർ പറയുന്നത് പീക്കിൽ നിൽക്കുന്ന പ്ലേയേഴ്സാണ്. അതായത് അത്രയും നമ്മൾ ആരാധിക്കുന്ന പ്ലേയേഴ്സാണ്. ഇന്നലെ നെയ്മർ വിരമിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ ബ്രസീൽ തോറ്റപ്പം സെയിം അവസ്ഥയായിരുന്നു ഉണ്ടായത്. അതായത് എന്തോ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വിരമിക്കുന്ന പറയുമ്പം നമ്മളെ ജനറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യം ചെയ്ത ജനറേഷനാണെന്ന് ഞാൻ പറയും, ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴേ നമുക്ക് മെസ്സിൻ്റെയും നെയ്മറിൻ്റെയും റൊണാൾഡോൻ്റെയും മാച്ച് കാണാൻ പറ്റും. അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഭാഗ്യവാന്മാരാണ്. ഓക്കെ, കാരണം ഇതുപോലുള്ള ലെജൻസ് ഇനി ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നെയ്മർ വിരമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. നെയ്മർ തോറ്റപ്പം നെയ്മർ ഭയങ്കര വിഷമത്തോടെയാണ് ഗ്രൗണ്ട് വിടുന്നത്. അതുപോലെ തന്നെ പോർച്ചുഗൽ തോറ്റപ്പോൾ റൊണാൾഡോ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇത്രയും ലാസ്റ്റ് വരെ കളിച്ചിട്ടും ഒരു ഇതുണ്ടായിരുന്നില്ല. ലാസ്റ്റ് മിനിറ്റിലും ആയിപ്പോയി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത. എന്നിട്ടും കുറേ ചാൻസസ് കിട്ടിയിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, അവസാനം നമ്മൾ പോർച്ചുഗലും ബ്രസീലും എലിമിനേറ്റഡായി. നോർവേ ജയിച്ചു, സ്പെയിനും ജയിച്ചു. ഇനി ഇന്നത്തെ കളി എന്ന് വെച്ചാൽ അർജൻറ്റീനയുടെ ആണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ആ മാച്ച് കാണേണ്ടതുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് വേൾഡ് കപ്പിൻ്റെ കാര്യം ജസ്റ്റ് അവിടെ മാറ്റി വെക്കാം. നമുക്ക് മെയിൻ വിഷയത്തിലോട്ട് വരാം. ഇന്നലെ ഞാൻ, പ്രണവ്, കാർത്തിക് നമ്മൾ ബീച്ചിൽ പോയായിരുന്നു. അതായത് നമ്മൾ ജസ്റ്റ് ചായ കുടിക്കാനും ഒന്ന് ചില്ല് ചെയ്യാനും പോയിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ അടുത്തുള്ള പുളിമൂട്ടിൽ ബീച്ച് എന്ന് പറയുന്ന ബീച്ച്. നമ്മളവിടെ പോയി നമ്മൾ ഇങ്ങനെ ജസ്റ്റ് വ്ളോഗ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു സാധനം കിട്ടി. എന്താണ് കിട്ടിയത് നിങ്ങൾ ആദ്യം കണ്ടിട്ടോ. ഞാൻ ബീച്ചിൽ നിന്ന് ഒരു വെറൈറ്റി സാധനം കണ്ടു. പറ തേങ്ങ എന്നെയാണോ തോന്നുന്നു, പക്ഷെ ഒരു വെറൈറ്റി സാധനം അല്ലേ? കടൽ മാങ്ങയാ. ഇതിന്റെ വിത്താണല്ലോ ഇത്. ആടാ, ശരിയാട്ടോ. ഇതേപോലെ ഉണ്ടാവും. അത് വെറൈറ്റി സാധനം. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോയിൽ കാണുന്ന ആ കറുത്ത സാധനം നമ്മൾ ഫസ്റ്റ് വിചാരിച്ചത് തേങ്ങയുടെ എന്തോ സംഭവമാണെന്ന്. അതായത് തേങ്ങ വീണിട്ട്, അതായത് നമ്മൾ കടപ്പുറത്ത് തേങ്ങ, വെളിച്ചെണ്ണ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ കാണുന്നതാണ്, എപ്പോഴും കാണുന്നത്. നമ്മൾ വിചാരിച്ചു ഇത് തേങ്ങ ആണ് സംഭവം എന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മൾ എടുത്തു നോക്കി. പക്ഷേ തേങ്ങേനെ പോലെയുള്ളൊരു സാധനം. അതായത് പലതരം ഡിസൈനും കാര്യങ്ങളുണ്ട്.
നമുക്കറിയില്ല എന്താണെന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ബീച്ചിൽ നിന്ന് ജെമിനി ഉണ്ട് അപ്പം അതിനോട് ചോദിച്ചാൽ എന്ത് കാര്യങ്ങൾ നമുക്കിപ്പം വീഡിയോ ആക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യങ്ങളിപ്പം തരുന്ന ആയതുകൊണ്ട് തന്നെ നമ്മൾ ചോദിച്ചു എന്താ സംഭവം എന്ന്. സോ നമ്മൾ ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ അറിയണം താല്പര്യം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി. അതായത് നമ്മൾ ഈ സാധനം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ ഇത് നമ്മൾ കൂടുതൽ നോക്കിയപ്പം ഇത് സെർബേറ ഒഡോള എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പം ഇതിൻ്റെ മലയാളത്തിൽ അറിയപ്പെടുന്ന പേരെന്ന് വെച്ചാൽ ഒതളങ്ങ എന്നാണ്. അപ്പം പിന്നെ നമ്മൾ അടുത്ത ലൈൻ വായിച്ചപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത്. അതായത് ഭയങ്കര വിഷമുള്ള സാധനമാണ് ഈ ഒതളങ്ങയുടെ കായ് എന്ന് പറയുന്നത്. ബീച്ചിലൊക്കെ ഇതാരാ കൊണ്ടിട്ടെന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോയി. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് പൊതുവെ ബീച്ചുകളിലും അതുപോലെ തന്നെ കേരളത്തിലെ ചതുപ്പ് നിലങ്ങൾ, അതായത് ബീച്ച് ഉൾപ്പെട്ടു ചതുപ്പ് നിലങ്ങളിലും ഈ ഒതളങ്ങ എന്ന് പറയുന്ന സാധനം കാണപ്പെടുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ ഇത്. ഈ ഒതളങ്ങ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഉള്ളിലെ സെർബറിൻ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഹൃദയത്താണ്, അതായത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെയാണ് മെയിനായിട്ട് ബാധിക്കുന്നത്. അതായത് നമ്മളത് നമുക്കറിയില്ലായിരുന്നു ശരിക്കും ഇതെന്താ സംഭവം എങ്ങനെയാണ്. സോ നിങ്ങളും ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണും. അപ്പം ഞാൻ കൊടുത്ത സാധനത്തിലെ ഇത് ഫസ്റ്റ് ഉണ്ടാകുന്ന വെച്ചാൽ പച്ച കളറില്ല, പിന്നെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു കടപ്പുറത്തായതുകൊണ്ട് ഇതിങ്ങനെ ഉണങ്ങി ചീഞ്ഞ പോലെ ആയതാണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങളും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കരുത്. ഇതിൻ്റെ ഉള്ളിലത്തെ ആ സെർബറിൻ എന്ന് പറയുന്ന വിഷാംശം നമ്മുടെ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ഇത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ തീർച്ചയായിട്ടും ബാധിക്കും എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. സോ നിങ്ങൾ ഇങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ എടുക്കാണ്ടിരിക്കുക. ഇച്ചുള്ളി അങ്ങനത്തെ സാധനങ്ങൾ എടുക്കുന്നതിന് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. സോ ബാക്കി ഇങ്ങനത്തെ ഇതൊന്നും പൊളിച്ച് നോക്കാണ്ടിരിക്കുക. അറിയാത്ത സാധനം, അതായത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാധനങ്ങളൊന്നും എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി നോക്കരുത്. കാരണം എന്ന് വെച്ചാൽ അതെങ്ങനെയും നമ്മുടെ കയ്യിലായിക്കഴിഞ്ഞാൽ നമ്മൾ കൈ കഴുകിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ വയറ്റിലെത്തും, നമ്മൾ തീരുമാനമാവും. സോ നമ്മൾ അപ്പം തന്നെ അവിടെ അത് കളഞ്ഞിരുന്നു. സോ വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല, ഇതിവിടെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. സോ അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. സോ ബൈ.